Hi all, welcome back to Programming Talks Malayalam. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ, what is a computer program, and second one, how Python program is executed. രണ്ടും തിയറിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്, what is a computer program. ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം ഇപ്പോൾ 10th കഴിഞ്ഞ് +1 കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ CBSE സ്റ്റുഡൻസ് ഉണ്ടാവാം. ബയോളജി സയൻസ് പഠിച്ചിട്ട് BTechന് കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസുകാർ കാണും. ഒരു ജോബിന് വേണ്ടി പ്രോഗ്രാമിംഗ് പഠിക്കുന്നവരുണ്ടാവാം. അതുമല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിനോട് ഇഷ്ടം തോന്നിയിട്ട് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഈ കാറ്റഗറി വരുന്ന എല്ലാവർക്കും തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന ബ്രാഞ്ചും പ്രോഗ്രാമും പുതിയ കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും പുതിയ കാര്യമാണ്. സോ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ മൈൻഡിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പ്രോഗ്രാം, എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നൊക്കെയുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഫസ്റ്റ് ടോപ്പിക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം? എന്താണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം? ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2 and 3. കണ്ണും അടച്ച് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും 5 എന്ന്. ബട്ട് ഞാൻ പറയുന്നത് അഡിഷൻ പഠിച്ചു തുടങ്ങുന്ന ഒരു ചെറിയ കുട്ടിയോടാന്നിരിക്കട്ടെ. അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ആദ്യം 2 വിരലെടുക്കുക, പിന്നീട് 3 വിരലെടുക്കുക, ടോട്ടൽ കൗണ്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നു, ആദ്യം 2 zeros ഇടുക, പിന്നീട് 3 zeros ഇടുക, ടോട്ടൽ കൗണ്ട് ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്തത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കുട്ടിക്ക് കൊടുക്കുകയാണ്. അഡിഷൻ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഞാൻ കുട്ടിക്ക് കൊടുക്കുകയാണ്, അല്ലേ? ഈ സെയിം ടാസ്ക് ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചാലും സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ ഡാറ്റ അല്ലെങ്കിൽ എൻ്റെ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞാൻ കമ്പ്യൂട്ടറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അല്ലേ? ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ പ്രോഗ്രാം is a set of instructions given to the computer to perform a particular task. എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ ഈ കുട്ടിയും കമ്പ്യൂട്ടറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? എനിക്ക് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യും, അല്ലേ? മലയാളത്തിൽ എനിക്ക് അവന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ബട്ട് കമ്പ്യൂട്ടറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, തമിഴ് അറിയില്ല, ഒന്നും അറിയില്ല. അതിനറിയാവുന്ന ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജാണ്, അതായത് കോമ്പിനേഷൻ ഓഫ് 1s and 0s ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ കോഡ് ചെയ്യുന്ന നമ്മുടെ കോഡിനെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടറിന് നമുക്ക് ഔട്ട്പുട്ട് തരാൻ സാധിക്കൂ. ഓക്കെ, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് എന്തെന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ടൂൾസാണ്. മെയിൻലി രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ലോ ലെവലെന്നും ഹൈ ലെവലെന്നും. അതിൽ ലോ ലെവൽ ലാംഗ്വേജ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ സോഴ്സ് കോഡ്. നമ്മൾ എഴുതുന്ന കോഡ് അതിനെ മിഷൻ കോഡാക്കി മാറ്റും, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കോഡിലേക്ക് മാറ്റും. ഇനി പൈത്തൺ ആയാലും ജാവ ആയാലും C ആയാലും C++ ആയാലും ഏത് ലാംഗ്വേജ് ആയാലും നമ്മൾ എഴുതുന്ന കോഡിനെ ബൈനറി ലാംഗ്വേജ് ആക്കിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് നമുക്ക് ഔട്ട്പുട്ട് തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന കോഡിന്, അതാണ് സോഴ്സ് കോഡ്. നമ്മൾ എഴുതുന്ന കോഡിനെ വിളിക്കുന്നതാണ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡിനെ മിഷൻ കോഡാക്കി മാറ്റും, ഡയറക്റ്റ് അങ്ങ് മിഷൻ കോഡാക്കി മാറ്റും. അതായത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റും.
ലോ ലെവൽ ലാംഗ്വേജസ് മിഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഹൈ ലെവൽ ലാംഗ്വേജസ്. നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിയും C++ഉം ജാവയും പൈത്തണും എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസിൽ വരുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഴ്സ് കോഡിനെ, അതായത് നമ്മൾ എഴുതുന്ന കോഡിനെ ഫസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡാക്കി മാറ്റും. ദെൻ ഈ ഇൻ്റർമീഡിയറ്റ് കോഡിനെയാണ് പിന്നീട് മിഷൻ കോഡാക്കി മാറ്റുന്നത്. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് മിഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജസ് മിഷൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ കാരണം ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടറിനെ, നമ്മുടെ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ആ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അത് മെയിൻലി രണ്ടെണ്ണം ഉണ്ട്, ഹൈ ലെവലും ലോ ലെവലും. ഹൈ ലെവൽ ലാംഗ്വേജസ് നമുക്കറിയാവുന്ന സിയും C++ഉം ജാവയും പൈത്തണും ഒക്കെ ഫോളോ ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ ചെയ്യുന്നത് ഫസ്റ്റ് സോഴ്സ് കോഡിന്, അതായത് നമ്മൾ എഴുതുന്ന കോഡിനെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡാക്കി മാറ്റും. ആ ഇൻ്റർമീഡിയറ്റ് കോഡിനെയാണ് പിന്നീട് മിഷൻ കോഡാക്കി മാറ്റുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസ് മിഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ലോ ലെവൽ ലാംഗ്വേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഴ്സ് കോഡിനെ ഡയറക്റ്റ് അങ്ങ് മിഷൻ കോഡാക്കി മാറ്റും. അത് മിഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടറിന് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ അതിൻ്റെ നെസസിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് നമ്മളെ ലാംഗ്വേജ് അറിയില്ല. അതിനറിയാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്. ഓക്കെ, സോഴ്സ് പ്രോഗ്രാമിന് അല്ലെങ്കിൽ സോഴ്സ് കോഡിനെ, നമ്മൾ എഴുതുന്ന കോഡ്, അതാണ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡിനെ മിഷൻ കോഡാക്കി മാറ്റിയാൽ കമ്പ്യൂട്ടറിന് ഔട്ട്പുട്ട് തരാൻ സാധിക്കും. ഇവിടെ യൂസറിൻ്റെ, അതായത് നമ്മുടെയും കമ്പ്യൂട്ടറിൻ്റെയും ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ് അല്ലേ? രണ്ടുപേരുടെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മീഡിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ആ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന് പറയുന്നത് കമ്പൈലറും ഇൻ്റർപ്രറ്ററുമാണ്. കമ്പൈലറിൻ്റെയും ഇൻ്റർപ്രറ്ററിൻ്റെയും ജോലി സെയിം തന്നെയാണ്. രണ്ടുപേരും ചെയ്യുന്നത് സോഴ്സ് പ്രോഗ്രാമിനെ മിഷൻ കോഡാക്കി മാറ്റുകയാണ്. ബട്ട് കമ്പൈലർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റയർ സോഴ്സ് പ്രോഗ്രാമിനെ അറ്റ് എ ടൈം അങ്ങ് മിഷൻ കോഡാക്കി മാറ്റുകയാണ്. ബട്ട് ഇൻ്റർപ്രറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ കോഡിലെ ഫസ്റ്റ് ലൈൻ എടുക്കുക, അതിനെ മിഷൻ കോഡാക്കി മാറ്റും. ദെൻ വന്നിട്ട് സെക്കൻഡ് ലൈൻ എടുക്കുക, അതിനെ മിഷൻ കോഡാക്കി മാറ്റും. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇൻ്റർപ്രറ്റർ പ്രോസസ്സ് ചെയ്യുന്നത്. കമ്പൈലർ ആണെങ്കിൽ എൻ്റയർ സോഴ്സ് കോഡിനെ മിഷൻ കോഡാക്കി മാറ്റും. ഇതാണ് അവരുടെ ഡിഫറൻസ്. അതായത് രണ്ടുപേരുടെയും ജോലി സെയിം ആണ്, ബട്ട് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹൗ പൈത്തൺ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്. എങ്ങനെയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ കോഡിന്, അതായത് നമ്മൾ എഴുതുന്ന കോഡിന്, ഞാനിവിടെ ഹലോ വേർഡ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു കോഡാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ കോഡിങ് ഞാനതിനെ സേവ് ചെയ്ത്, എങ്ങനെയാണ് പൈത്തൺ കോഡ് സേവ് ചെയ്യുന്നത്? ഫയൽ നെയിം .py, ഇവിടെ ഹലോ എന്നാണ് ഫയലിനെ നെയിം ചെയ്തിരുന്നത്, എക്സ്റ്റൻഷൻ .py. ഞാൻ സേവ് ചെയ്തു, പ്രോഗ്രാമിനെ സേവ് ചെയ്തു, hello.py. ദെൻ ഈ കോഡിനെ സെറ്റ് ഓഫ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മുടെ കോഡിൽ നമ്മൾ യൂസ് ചെയ്ത എല്ലാ ലൈൻസിനെയും സെറ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ ഹലോ വേർഡ് പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ പ്രിന്റ് സ്പ്ലിറ്റ് ചെയ്തു, ഓപ്പൺ പരാന്തസിസ് ഒരു വേർഡാക്കി, ഹലോ ഒരു വേർഡാക്കി, കോഡ്സ് വേർഡാക്കി, ദെൻ ക്ലോസ്ഡ് പരാന്തസിസ് വേർഡാക്കി. അങ്ങനെ എല്ലാ വേർഡ്സും എല്ലാ ലൈൻ ഓഫ് കോഡിനെ സെറ്റ് ഓഫ് ടോക്കൺസ് ആക്കി മാറ്റും, അതായത് സെറ്റ് ഓഫ് വേർഡ്സ് ആക്കി മാറ്റും. ഫസ്റ്റ് ഈ ഫേസിനെ പറയുന്ന പേരാണ് ലെക്സിംഗ് ഫേസ്. ഓക്കെ, അതായത് നമ്മളെ കോഡിനെ, നമ്മൾ യൂസ് ചെയ്ത ലൈൻ ഓഫ് കോഡിനെ സെറ്റ് ഓഫ് ടോക്കൺസ് ആയിട്ട്
സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഈ ടോക്കൺസ് യൂസ് ചെയ്ത് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യും. അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ എന്നാണ് അതിൻ്റെ പേര്. അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ അല്ലെങ്കിൽ AST. ആ ഫേസിന് പറയുന്ന പേരാണ് പാർസിംഗ് ഫേസ്. ഓക്കെ. ദെൻ ഈ AST യൂസ് ചെയ്ത്, അതായത് അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ യൂസ് ചെയ്ത് ദെൻ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ആ ഇന്റർമീഡിയറ്റ് കോഡിനെ വിളിക്കുന്നതാണ് ബൈറ്റ് കോഡ്. ആ ഇന്റർമീഡിയറ്റ് കോഡിന്റെ പേരാണ് ബൈറ്റ് കോഡ്. ഫസ്റ്റ് നമ്മളെ കോഡിനെ ലൈൻ ഓഫ് കോഡിനെ സെറ്റ് ഓഫ് ടോക്കൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഫേസ് ആണ് ലെക്സിംഗ് ഫേസ്. ദെൻ ആ ടോക്കൺസ് യൂസ് ചെയ്തിട്ട് ട്രീ കൺസ്ട്രക്ട് ചെയ്യും. ആ ട്രീയുടെ പേരാണ് അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ. ആ ഫേസ് പാർസിംഗ് ഫേസ്. ദെൻ ഈ അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ യൂസ് ചെയ്ത് ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. അതാണ് ബൈറ്റ് കോഡ്. ഓക്കെ. അപ്പം ഇത്രയും ഫേസ്, ഇത്രയും പ്രോസസ്സ് നടക്കുന്നതാണ് കമ്പൈലേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നാം. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പൈത്തൺ ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ആണ്, പിന്നെ ഇപ്പോൾ എന്താണ് ഇവിടെ കമ്പൈലേഷൻ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ. നമുക്കറിയാം നമ്മൾ പൈത്തൺ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് സാധാരണ സിയിലും C++ലും ഒക്കെ ചെയ്യുന്ന പോലെ കോഡിനെ നമ്മൾ കമ്പൈൽ ചെയ്യാറില്ല. ഡയറക്റ്റ് അങ്ങ് എക്സിക്യൂഷനിലേക്കാണ് പോകുന്നത്, അതായത് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി പൈത്തണിൽ കമ്പൈലേഷൻ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് യൂസർ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പൈലേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത് പൈത്തൺ തന്നെയാണ്. കമ്പൈൽ ചെയ്ത ബൈറ്റ് കോഡിനെയാണ് ദെൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പൈത്തണിൽ കമ്പൈലേഷനും ഉണ്ട് ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. ഓക്കെ. ദെൻ ഈ ബൈറ്റ് കോഡിങ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? ഫയൽ നെയിം ഡോട്ട് hello.pyc. pyc എന്ന പൈത്തൺ ക്ലാസ് ഫയൽ. സിംപ്ലി നമ്മൾ ക്ലാസ് ഫയൽ എന്ന് പറയും. ഓക്കെ. ഇനി ഈ ബൈറ്റ് കോഡിനെ മിഷൻ കോഡാക്കി മാറ്റുന്നത് ഒരു ഇന്റർപ്രറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ഇന്റർപ്രറ്ററാണ് പൈത്തണിലെ പൈത്തൺ വിർച്വൽ മിഷൻ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, PVM, പൈത്തൺ വിർച്വൽ മിഷൻ. ബൈറ്റ് കോഡിനെ മിഷൻ കോഡാക്കി മാറ്റുന്നത് ഒരു ഇന്റർപ്രറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ഇന്റർപ്രറ്ററാണ് പൈത്തണിലെ PVM അല്ലെങ്കിൽ പൈത്തൺ വിർച്വൽ മിഷൻ. ഓക്കെ. ദെൻ ഈ മിഷൻ കോഡിനെ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യും PVM തന്നെ. ഓക്കെ. ഓരോ മിഷനും PVM യുണീക്ക് ആയിരിക്കും, ബട്ട് എല്ലാ മിഷനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ഓക്കെ. ഈ ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പൈത്തൺ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഏത് പ്ലാറ്റ്ഫോമിൽ, ഏത് OSൽ വേണമെങ്കിലും, വിൻഡോസിലാവട്ടെ, ലിനക്സിലാവട്ടെ, മാക്കിലാവട്ടെ, ഏത് OSൽ വേണമെങ്കിലും നമുക്ക് സെയിം കോഡിനെ റൺ ചെയ്യിക്കാൻ സാധിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കഴിയുന്നതിൻ്റെ റീസൺ ആണ് ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പം ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് നമ്മുടെ സോഴ്സ് കോഡിനെ സെറ്റ് ഓഫ് ടോക്കൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അതായത് സെറ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഈ വേർഡ്സ് യൂസ് ചെയ്ത് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, അതായത് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യും. ആ ട്രീയുടെ പേരാണ് അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ. ഓക്കെ. ഈ അബ്സ്ട്രാക്റ്റ് സിൻടാക്സ് ട്രീ യൂസ് ചെയ്ത് ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും, അതായത് ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ബൈറ്റ് കോഡ് സേവ് ചെയ്യുന്ന ഫോർമാറ്റ് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റൻഷൻ ഫയൽ നെയിം ഡോട്ട് pyc മീൻസ് പൈത്തൺ ക്ലാസ് ഫയൽ. ഈ ബൈറ്റ് കോഡ് ഹ്യൂമൻ റീഡബിൾ അല്ല, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിളും അല്ല. അതിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുന്നത് അസംബ്ലർ യൂസ് ചെയ്താണ്. ഓക്കെ. മനസ്സിലാക്കിക്കോണം. ഓക്കെ. ഇനി ഈ ബൈറ്റ് കോഡിനെ മിഷൻ കോഡാക്കി മാറ്റുന്നത് ഒരു ഇന്റർപ്രറ്ററിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ഇന്റർപ്രറ്ററാണ് പൈത്തണിലെ പൈത്തൺ വിർച്വൽ മിഷൻ. ദെൻ ഈ പൈത്തൺ വിർച്വൽ മിഷൻ ഓരോ മിഷനിലും യുണീക്ക് ആയിരിക്കും, ബട്ട് എല്ലാ മിഷനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ഈ ബൈറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൈത്തൺ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ഏത് OSൽ വേണമെങ്കിലും നമുക്ക് സെയിം കോഡിനെ റൺ ചെയ്യിക്കാൻ സാധിക്കും.
ദെൻ ഈ മിഷൻ കോഡിനെ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യുന്നത് PVM തന്നെയാണ്. ദെൻ ഓക്കെ, അപ്പം ഇപ്പോഴത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ബൈ, സ്റ്റേ സേഫ്.